അങ്ങനെതാ ഇന്നത്തെ നമ്മുടെ ദിവസം എത്തി. എൻ്റെ കല്യാണ ദിവസം ഒക്ടോബർ 19. സിംഗിൾ ലൈഫ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഐ ആം സോ ഹാപ്പി. ഹലോ, എങ്ങനെയുണ്ട് കാണാൻ? സത്യം പറഞ്ഞാൽ ഞാൻ അവളെ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ്. ആ കണ്ട നിമിഷം ഞാൻ ഒരു മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചു. നമ്മളെ കോഴിയല്ല കേട്ടാ, നോർമൽ രീതിയിൽ മെസ്സേജ് ചെയ്തു. അങ്ങനെ സംസാരിച്ചപ്പോൾ തോന്നി അവൾ എനിക്ക് പറ്റിയൊരു പെൺകുട്ടിയാണ്. കാരണം എൻ്റെ ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്, അവളും ഭയങ്കര ടോക്കറ്റീവാണ്, സെയിം മൈൻഡ് സെറ്റ്. അങ്ങനെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. പിന്നെ മെല്ലെ മെല്ലെ നമ്മളെ മനസ്സുകൾ തമ്മിൽ അവിടെ ഒരു യോജിക്കാൻ തുടങ്ങി. പിന്നെ ഇഷ്ടമായി. അങ്ങനെ ഞാനൊരു ദിവസം അവളോട് ഐ ലവ് യു പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ അവൾ രണ്ടുപേരും ഞങ്ങൾ ആദ്യം നിർദ്ദേശിച്ചാൽ ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ ഓക്കെ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, എൻഗേജ്മെൻ്റ് ആയി, ഇതാ കല്യാണമായി. ഞങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ടാവട്ടെ. നമ്മളെ കല്യാണത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ളൊരു ചടങ്ങാണ്. നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. ഇപ്പം എൻ്റെ ചേച്ചി ആയാലും പിന്നെ എൻ്റെ കസിൻസ് ആയാലും ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ പോയി. ഇപ്പം അമ്മമ്മ ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും. ഈ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിൽ. അപ്പോൾ അവർ വന്നു, നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അപ്പം അതുതന്നെയായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കല്യാണത്തിൽ പ്രത്യേകത വേറെ കാര്യം കൂടിയുണ്ട്. ഇവൾക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വീട് കാണൽ വേണം, പെണ്ണ് കാണൽ വേണം, ലൈക്ക് ഒരു സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്യണം. എല്ലാം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട്, ഇപ്പം എൻഗേജ്മെന്റ് ഒരു ഡേ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ദിവസം മുന്നേ ഇവർ വന്ന് തന്നെ പെണ്ണ് കൊണ്ടുപോയി അതുവരെ നമ്മൾ ചെയ്തു. കാരണം എനിക്ക് അങ്ങനെ കുറച്ച് ആഗ്രഹമായിരുന്നു അല്ലേ. കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ ഒരു പെണ്ണ് കാണല, ഫോർമലായിട്ട് ഫുൾ ഫാമിലി. അപ്പം എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് ചെയ്യണമെന്ന്. നമ്മളെ രാജസ്ഥാനി നൈറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഷിനു വന്ന് വരുന്നുള്ള ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പം അന്ന് നമ്മൾ എന്ത് ചെയ്തു, അവരെ എൻട്രി ഭയങ്കര ഗ്രാൻഡ് ആക്കാന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്തു, നാസിക് ഡോൾ ആ ഒരു ടൈമിൽ ഇറക്കി. പിന്നെ അവരെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ കൊണ്ടുവന്നു ഫുൾ ഫാമിലീസ് അവിടെ പോയിട്ട് അവരെ സ്വീകരിച്ച് ഡാൻസും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവരെങ്ങനെ എൻട്രി ചെയ്ത് നമ്മൾ കൊണ്ടു. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. എന്താ പറയുക, ഒരു ഫിലിമിൽ സ്റ്റാർ എങ്ങനെ വരുന്നത് അതേപോലെയായിരുന്നു. അടിപൊളിയായിരുന്നു പരിപാടി. ഒരു വെറൈറ്റി, നമ്മൾ കാണാത്തൊരു പരിപാടി. പക്ഷെ നമ്മൾ അടിച്ചു പൊളിച്ചു. പൂച്ചേലല്ലേ തേടുന്നേ പെണ്ണേ നിൻ പൂവമ്പൻ കാണുന്നേരം ചേരുന്നേരം ഉള്ളാകെയും ദീപാവലി നേരായേനി വന്നില്ലേനി കല്യാണ നാൾ. ആക്ച്വലി അത് പടവടക്ക ചടങ്ങായിരുന്നു. ഞങ്ങളത് അങ്ങനെ ആക്കി രണ്ടും കൂടി മിക്സ് ചെയ്തല്ലേ. അതും നടന്നു, ഈ എൻജോയ്മെന്റും നടന്നു. താങ്ക് യു. എനിക്ക് പണ്ട് മുതൽ
ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചില ഗേൾസിനുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു ക്രിസ്ത്യൻ വെഡിങ്, പിന്നെ നമ്മളൊരു ട്രഡീഷണൽ, പിന്നെ ഒരു മുസ്ലിം ട്രഡീഷണൽ, രാജസ്ഥാനിനായിട്ട് ഞാൻ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തപ്പോൾ അതിങ്ങനെ ഡൈവേർട്ട് ആയപ്പോൾ അതൊരു അടിപൊളിയായിട്ട് വേറൊരു പ്രോഗ്രാമായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, വെഡിങ് ഈവനിങ് ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് ചെയ്തിട്ട് വൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ചില്ലായിട്ടുള്ള ഒരാളിയാനാണ്. ജുന്നേച്ചിക്ക് പറ്റിയൊരു ചെക്കനാണ്. രണ്ടാളും ഒപ്പത്തിനൊപ്പം മാച്ചാണ്. അങ്ങനെതാ ഇന്നത്തെ നമ്മുടെ ദിവസം എത്തി. എൻ്റെ കല്യാണ ദിവസം ഒക്ടോബർ 19. എൻ്റെ സിംഗിൾ ലൈഫ് കഴിഞ്ഞു, മാരേജ് ലൈഫിലേക്ക് പോവാണ്. ഇതപ്പോൾ ഞാൻ നേരെ ഡ്രസ്സ് മാറി നേരെ അമ്പലത്തിൽ വന്നു. ഇനി അത് കഴിഞ്ഞ് നേരെ ജുന്നിയുടെ അടുത്തേക്ക് പോവാണ് കല്യാണത്തിന് താലി കെട്ടാൻ വേണ്ടിയിട്ട്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഓൾറെഡി അവൾ അങ്ങനെ സാരി ഉടുക്കാത്തതാണ്. അപ്പോൾ ഞാനാകെ കണ്ട 2-3 വർഷം സാരിയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന് ഭയങ്കര എക്സൈറ്റഡ്. കാരണം അവൾ എങ്ങനെയാണ് സാരിയിൽ വരുന്നത്, ആ ജ്വൽസൊക്കെ ഇട്ടിട്ട്. നമ്മൾ പറയില്ലേ കല്യാണ പെണ്ണ് എങ്ങനെയാണ് അവരിത്. നമ്മൾ സാധാരണ ഒരു കൂട്ടുകാരന്മാരെ കല്യാണത്തിന് പോയിട്ടുള്ളൊരു ഇതേ ഉള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ ഒരു കല്യാണം എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനുണ്ട്, പക്ഷേ അത്ര ഒരു ഇതില്ല. കാരണം ഒരു എന്താ പറയുക, കൂളായിട്ട് എക്സൈറ്റ്മെൻറ്റ്. ഫൈനലി എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് ടുഡേ. നമ്മനെ കളിക്ക് കൂട്ടല്ലോ കേട്ടോ. ഞാൻ പോവന്ന കളിക്കല്ല, അമ്മ എൻ്റെ മേക്കപ്പ് ഒക്കെ പോവും. ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കൈൻഡ് ഓഫ് പേഴ്സണെ തന്നെ എനിക്ക് തന്നു ദൈവം. അപ്പം നമ്മൾ രണ്ടുപേരെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഐ എം സോ ഹാപ്പി. രണ്ട് ഫാമിലീസും നീയായാലും ഞാനായാലും കാത്തിരുന്ന ആ ഒരു നിമിഷമാണെന്ന്. അത് വളരെയധികം ഹാപ്പി ആൻഡ് എന്താ പറയുക, വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും നേരിട്ട് വന്നിട്ട് കാണാം അവിടെ നിന്നെ. അതിനായിട്ട് അപ്പുറം വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ, ഭയങ്കര എക്സൈറ്റഡാണ്. അവിടെ പോയിട്ട് കാണുന്നു, കഴിക്കുന്നു, നേരെ വീട്ടിൽ കൊണ്ടിരുന്നു. കലാസ് ഗ്രൂം എൻട്രി ഉള്ള ആ സമയത്ത് ഞാൻ ഉള്ളിലാണ് ഉണ്ടാവുക. നമ്മൾക്ക് ചടങ്ങ് പ്രകാരം അവർ വന്ന് മണ്ഡപത്തിൽ കയറിയിട്ടാണല്ലോ നമ്മൾ മീൻസ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലുള്ള റൂമിൻ്റെ ഡോർക്ക് നോക്കിയപ്പം ഷീനു ഇങ്ങനെ എൻട്രി ചെയ്ത് വരുന്നുണ്ട്. മൊത്തം ചെണ്ടോട്ടും പിന്നെ എന്താ പറയുക, എൻ്റെ ബ്രദേഴ്സും പിന്നെ ഷീനുവിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടി ഇങ്ങനെ എൻട്രി ചെയ്ത് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ കണ്ടപ്പോൾ. താലി കെട്ടുള്ള മൂമെന്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല കൈവറായിരുന്നു. മനസ്സിനുള്ള നല്ല പേടി എന്നുവെച്ചാൽ ഉണ്ടായിരുന്നു. കാരണം എന്താ, മറ്റതൊക്കെ നമ്മള് കൂട്ടുകാരെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ പുറത്തിരുന്ന് കൈയടിച്ചിട്ട് എന്തപ്പത് താലി കെട്ടി എന്താ ബാൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, സത്യം പറഞ്ഞ കനലിൽ നിൽക്കുന്ന പോലെ. പിന്നെ എല്ലാം ശ്വാസം ഒതുക്കി ആ ഒരു ചിരി ഉണ്ടല്ലോ, എന്റെ മെയിൻ ആയിട്ടതാ. ഇങ്ങനെ ചിരിച്ചിരിക്കുക, ഇതന്നെ കഴിഞ്ഞു. നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. കല്യാണം എന്ന് പറയുന്നത് എന്താ, പോവുക, കതിർമണ്ഡലത്ത് കയറുക, താലി കെട്ടുക, നാദസ്വരം ഉണ്ടാവും. ഇവർ എപ്പോഴും നമ്മൾ സർപ്രൈസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ സത്യം വിചാരിച്ചെന്താ, ഒരു ഉത്സവത്തിന് ഈ ആൾക്കാരെ വരവ് കൊണ്ടുപോയില്ലേ, അതേപോലത്തെ ഒരു സംഭവം ഞാൻ വിചാരിച്ചെന്നെ. ഞാൻ അവിടെ നന്നായി
മൂന്നാമത്തെ കല്യാണങ്ങൾ സക്സസ് ആയി. അതെ, ഇനി കല്യാണമില്ല, 3 തവണ കിട്ടി. സെയിം ആളെ തന്നെ കേട്ടോ. എങ്ങനെ തന്നെ കാണാൻ ഒന്നും എടുക്കാനാണ് ഞാനാ. ഈ ഗുരുവായൂർ വെച്ചിട്ട് മാല ഇടാന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് ഷിനുവിനെ കാണുന്നതിന് മുന്നേ തൊഴാൻ പോവല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓരോ കല്യാണങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിച്ചു എനിക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് ഒരു മാല ഇടണം എന്നുണ്ടായിരുന്നു ഗുരുവായൂരപ്പന് മുന്നിൽ. അന്ന് മുതലേ പ്ലാൻ ചെയ്താണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഷിനുവിനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതും മീറ്റ് ചെയ്ത് നമ്മള് മാരേജ് കഴിഞ്ഞതൊക്കെ. അപ്പം അതൊരു വലിയ ഭാഗ്യം, ഒരു അനുഗ്രഹമായിട്ടാണ് അത് അവിടെ വരെ എത്തിപ്പെട്ടു. നന്നായിട്ട് എല്ലാ ചടങ്ങും കഴിയാൻ പറ്റിയതിൽ വിചാരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കല്യാണം കഴിക്കാൻ പറ്റും. കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് അത്രയ്ക്ക് മാരേജിനൊരു ഇമ്പോർട്ടൻറ്റ് കഴിയുന്ന സ്ഥലമായിരുന്നു. അവിടെ വെച്ച് കല്യാണം കഴിക്കുക, ഒരു മാല ഇടുക, നമ്മളെ ഫാമിലി ഒപ്പം നിൽക്കുക പറഞ്ഞാൽ അതിലൊരു സന്തോഷം വേറെ ഇല്ല. അപ്പോൾ രണ്ടും ഹാപ്പിയാണ് അല്ലേ? കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. ഇന്നിപ്പോൾ നമ്മുടെ റിസപ്ഷനാണ്, നമ്മുടെ മോസ്റ്റ് എക്സൈറ്റ്മെന്റ് ഡേ ആണ്. അത് ഞങ്ങളും എക്സൈറ്റ്മെന്റ് ആണ്, ഞങ്ങളുടെ ഫാമിലി എക്സൈറ്റ്മെന്റ് ആണ്. ഗംഭീര അടിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ റിസപ്ഷൻ്റെ മെയിൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് എൻ്റെ ഏട്ടനാണ്. കാരണം മാളാണ് A to Z കോർഡിനേറ്റ് ചെയ്തത്. കാരണം ഏട്ടനും ചേച്ചിയും കാരണം രണ്ടുപേരും കാരണം അവർ രണ്ടുപേരുണ്ടെങ്കിൽ റിസപ്ഷൻ ഇത്ര ഗ്രാൻഡ് ആവൂല, ഇത്ര ഞങ്ങൾക്ക് സർപ്രൈസസ് ആവില്ല. കാരണം രണ്ടുപേരും ഞങ്ങളെക്കാൾ കൂടുതൽ ഉറക്കമില്ലാതെ രണ്ടുപേരും ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. കല്യാണം കഴിച്ച് വന്നപ്പം ഇവർ പറയുന്നുണ്ടായിരുന്നു നിനക്ക് സർപ്രൈസ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഇത്രയ്ക്ക് സർപ്രൈസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒക്കേഷൻ ആയിരിക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അത് ഇവരെ ഒരു ഭയങ്കര ഹാർഡ് വർക്കും ഇവരെ ഒരു കോർഡിനേഷൻ ഇവരെ മൊത്തം ഫാമിലീൻ്റെ നമ്മൾ ഈ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മളതിൽ നിന്നിട്ട് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിരുന്നു.